ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈജിപ്ഷ്യൻ ഡെസേർട്ടാട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഉമ്മാലി. ഈ ഒരു ഉമ്മാലി 3 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ. 1/2 ലിറ്റർ പാലിലേക്ക് 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും 1/4 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് 2-3 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് തണുക്കാൻ മാറ്റി വെക്കാം. ഇനി ഏതിലാണോ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്, ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു ട്രേ എടുക്കുക. അതിലേക്ക് ബ്രെഡ് സ്ലൈസസ് ആ ട്രേക്ക് അനുസരിച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക, ബ്രൗൺ സൈഡ് ഒഴിവാക്കിയതിന് ശേഷം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 7 എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു മിൽക്ക് മിക്സ് ചൂടാറിയ ശേഷം മുഴുവനായിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കട്ടെ, കംപ്ലീറ്റ് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ 1 കപ്പ് ഫ്രഷ് ക്രീം വേണം. അതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക്, 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ബേക്ക് ചെയ്തെടുക്കുന്ന ട്രേ ഇതുപോലത്തെ പേപ്പർ മോൾഡ് എടുക്കാൻ ശ്രദ്ധിക്കട്ടെ. അത് എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധമാണ്. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന ഏതെങ്കിലും ട്രേയിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് ചിരവിയ തേങ്ങയും കുറച്ച് നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഫ്രഷ് ക്രീമിൻ്റെ മിക്സ് കൂടെ മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഓവനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. 25 മിനിറ്റൊക്കെ ബേക്കായി വന്നാൽ മതി. പിന്നെ നമുക്ക് പാനിൽ കേക്കൊക്കെ ഇറക്കി വെച്ച് ചെയ്യൂല, ആ രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ ചെറിയതായിട്ട് ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം അതിന് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നട്ട്സും അതേപോലെ തന്നെ റൈസിൻസൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. തണുപ്പിച്ചെടുത്ത ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.